ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടെ നടപടി. എന്നാൽ ഉത്തേജക സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചുവെന്ന ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടെ ആരോപണം തള്ളി ഗുസ്തി താരം ബജ്രംഗ് പൂനിയ. സാമ്പിൾ നൽകാൻ ഒരിക്കലും വിസമ്മതിച്ചിട്ടില്ല. തന്റെ അഭിഭാഷകൻ നാഡയുടെ കത്തിന് മറുപടി നൽകുമെന്നും ബജ്രംഗ് പൂനിയ അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ബൽറാം, ഗുസ്തി താരങ്ങളോടൊപ്പം ഈ സമരത്തിൽ അണിചേരുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പകപോക്കുന്നുവെന്നുള്ള ആരോപണമാണല്ലോ ഇപ്പോൾ ഗുസ്തി താരമായ ബജ്രംഗ് പൂനിയ ഉന്നയിക്കുന്നത്. ഇനി തുടർ നടപടി എന്താകും ബജ്രംഗ് പൂനിയയുടെ ഭാഗത്തു നിന്നുണ്ടാവുക? പ്രവിത, നേരത്തെ BJP MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ അടക്കമുള്ള സമര പരിപാടികളിൽ വനിതാ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന ഒരു പുരുഷ ഗുസ്തി താരമാണ് ബജ്രംഗ് പൂനിയ. അദ്ദേഹത്തിന് എതിരായ ഈ നടപടി സ്വാഭാവികമായും രാഷ്ട്രീയ പ്രേരിതമായ അല്ലെങ്കിൽ പകപോക്കൽ എന്ന തരത്തിലുള്ള പ്രതികരണം ഈ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് 10-ന് സോനിപ്പത്തിൽ നടന്ന ഈ ട്രയൽസിൽ അതിനുശേഷം അദ്ദേഹം ഈ ഉത്തേജക പരിശോധനയ്ക്കായി സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിന്റെ പേരിലാണ് ബജ്രംഗ് പൂനിയയ്ക്ക് ഇത്തരത്തിൽ ട്രയൽസിൽ പങ്കെടുക്കുന്നതിനോ മറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനോ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സസ്പെൻഷൻ നടപടി ഉത്തേജക പരിശോധന ഏജൻസിയായ നാഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ മാസം 7-നകം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം, രേഖാമൂലം വിശദീകരണം നൽകണം എന്നാണ് നാഡ ബജ്രംഗ് പൂനിയയ്ക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിലാണ് ബജ്രംഗ് പൂനിയ പ്രതികരിച്ചിരിക്കുന്നത്. താൻ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറിച്ച് പരിശോധനയ്ക്കായി, ഉത്തേജക പരിശോധനയ്ക്കായി കാലാവധി പൂർത്തിയായ പരിശോധനാ കിറ്റ് നൽകിയത് താൻ ചോദ്യം ചെയ്തിരുന്നു. തന്റെ സംശയത്തിന് നാഡയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ഈ നാഡയുടെ കത്തിന് തന്റെ അഭിഭാഷകനായ വിദുഷ് സിംഘാനിയ ഉചിതമായ സമയത്ത് മറുപടി നൽകും എന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ കാലാവധി പൂർത്തിയായ കാലാഹരണപ്പെട്ട ഈ പരിശോധനാ കിറ്റുകൾ നൽകിയ വിഷയത്തിലുള്ള തൃപ്തികരമായ മറുപടി വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.